അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡാമിലേക്കാണ് പോയത്, അൽ റാഫിഷ് ഡാം. സത്യം പറഞ്ഞാൽ വരുന്ന വഴിക്ക് ബ്ലോക്ക് ഇല്ല എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ഉച്ചനേരത്ത് ഇറങ്ങിയ കാരണമായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടേക്കൊക്കെ എത്തുമ്പോൾ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. നമുക്ക് ഇവിടെയും പാർക്കിംഗ് കിട്ടിയില്ല. വണ്ടി ഇങ്ങനെ സ്ലോ ആയിട്ടിട്ടിരിക്കുകയായിരുന്നു ബ്ലോക്കായ കാരണം. അങ്ങനെ ഞാനും ജോബിച്ചും അവിടെ ഇറങ്ങിയിട്ട് നടന്ന് കണ്ടിട്ട്, അവർക്ക് അപ്പോഴും പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നടന്ന് കണ്ട് പാത്ത് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ കയറി പോരുക ചെയ്തേ. നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാനോ ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു, നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഒരുവിധം ലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ പറഞ്ഞില്ലേ, മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് സ്ഥലം ഒന്ന് നടന്ന് കണ്ടിട്ട് തിരിച്ച് പോരുകയുണ്ടായത്. അവിടെ അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഒരു ഡാമാണ്, അവിടെ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും ഫുഡ് കഴിക്കുന്ന ചെറിയ ചെറിയ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്കൂട്ടിയോ അല്ലെങ്കിൽ സൈക്കിളോ അങ്ങനെയൊക്കെ ഓടിച്ച് നടക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ പിന്നീട് നമ്മുടെ ലോങ് ജേർണി പിന്നെയും തുടങ്ങുകയാണ്. നമ്മൾ 80-90 കിലോമീറ്റർ ഇനിയും സഞ്ചരിക്കാനുണ്ട്. വണ്ടിയിലിരുന്ന് ഞാൻ ഉപ്പിലിട്ടതും കായവറുത്തൊക്കെ കൈപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നാട്ടിലത്തെ വിശേഷങ്ങളും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വരുന്ന വഴിക്ക് നമുക്ക് ഇതിൻ്റെ വെടിക്കെട്ട് കാണാൻ പറ്റിയിട്ടാണ്. പിന്നെ മൊബൈലിൽ നിന്ന് ഫുഡ് കഴിച്ച് എല്ലാവരും ഓരോരോ വീട്ടിലേക്ക് വന്നു ചേർന്നു.